ഭാമയ്ക്ക് ഇതിൽ സംശയം തോന്നി കാണും. അത് സത്യാമ്മ വഴിപാടിനുള്ള കാശെടുക്കാൻ പോയതായിരിക്കും. അല്ല, എന്നിട്ട് ഇയാളെ കാശും തോയും? ഇയാൾ അമ്പലത്തൊട്ടൊന്നുമല്ലോ പോന്നെ. അത് അമ്പലത്തിലേക്ക് ആക്കാലോ. ഇയാളാള് കൊള്ളാല്ലേ? ഇതിന്റെ എല്ലാം അവസാനം വലിയൊരു കുറ്റപ്പെടുത്തലിന് ഞാൻ മറുപടി പറയേണ്ടി വരും. അതിനു മുമ്പ് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തണം. കണ്ടെത്തിയേ ഒക്കൂ. ശാലിനി, താനിങ്ങനെ തളർന്നാലോ? തന്റെ ഒറ്റ ബലത്തിലാ തന്നെ ആശ്രയിക്കുന്നവരെല്ലാവരും കഴിയുന്നത്. താനെന്ന ന്യൂക്ലിയസിന് ചുറ്റും ചുമ്മാ പറന്നു നടക്കാനേ അവർക്കൊക്കെ കഴിയൂ. ചൊക്കാൻ പിടിക്കാൻ തനിക്കേ പറ്റൂ. ആ താനിങ്ങനെ തളർന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്തു വന്നാലും നേരിടണം. ഒരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഒരുപാട് ജീവിതങ്ങൾ ഓരോ ദിവസവും കാണുന്നുമുണ്ട്. അവനവന്റെ മനോവീര്യം തകർന്നു പോയാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? ഹലോ, ഞാൻ ഉടനെ എത്താം. ഓഫീസിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവിടെ ചെന്നിരുന്ന അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പോലീസിന്റെ കോളിംഗ് വരും. മോളെ കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്. പിന്നെ ഞാൻ എന്റെ വഴിക്കും തിരിയുന്നുണ്ടല്ലോ. നമുക്ക് കണ്ടുപിടിക്കാം. ഉറപ്പ്. ഇത് ഷുഗറിനുള്ളത്. ഇത് പ്രഷറിന്റെയാ. പിന്നെ ഇതാ തലവേദന വരുമ്പം കഴിക്കാനുള്ളത്. മരുന്നുകളെല്ലാം ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി മരുന്നൊക്കെ ഓരോ ഡെപ്പിയിലാക്കി അതിന്റെ പുറത്തെഴുതി റൂമിൽ വെച്ചിട്ടുണ്ട്. എടോ, ഇതൊക്കെ ഞാൻ എടുത്തിരിക്കണമെന്ന് ഇയാള് പറയുന്നേ? പൊന്നിയെ പറഞ്ഞ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ പൊന്നിക്ക് എന്തെങ്കിലും അസൗകര്യം വന്നാൽ അത് സാറ് തന്നെ നോക്കിയെടുത്ത് കഴിക്കേണ്ടി വരും. അല്ല പിള്ളേ, ഇയാളിപ്പോ അങ്ങോട്ടാ പോന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എടോ, താനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയാലേ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണമോ ചോദ്യമോ പറച്ചിലോ വന്നാലേ ഞാനാ കുഴഞ്ഞു പോവും. സാറിനോട് ആരും ഇതേക്കുറിച്ച് ചോദിക്കാനും പറയാനൊന്നും വരില്ല. സുഖമില്ലാത്ത ആളാണെന്നുള്ള പരിഗണനയും കിട്ടും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ കുഴപ്പമാ. കേസ് കറങ്ങി തിരിഞ്ഞ് വേറെ വഴിക്ക് പോവും. ചിലപ്പോ അകത്തും പോവും. അതാ ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചത്. 1-2 മാസം മാറി നിന്നാ മതി. അപ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയായി വരും. എടോ, ആ കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ. തന്റെ പോക്ക് കാണുമ്പോഴേ എനിക്കൊരു സംശയം. അതൊന്നും ഓർത്ത് സാർ ടെൻഷൻ അടിക്കണ്ട. കൊച്ചു സുഖമായിട്ട് ഒരു വീട്ടിൽ വളരുന്നുണ്ട്. അല്ല, പിന്നെ താൻ പെട്ടെന്ന് എങ്ങോട്ടൊന്ന് മാറിയെന്ന എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടാവുമോ? അതിന് ഞാൻ ഒളിച്ചു പോവുകയല്ലോ, ഒരു തീർത്ഥാടനത്തിന് പോവുകയല്ലേ. അപ്പൊ പിന്നെ അതിലാർക്കും സംശയിക്കാനില്ല. എടോ, താൻ പോകുമ്പോ എന്റെ കാര്യങ്ങളെ കഷ്ടത്തിലാവുന്നേ. എന്നാലും വേണ്ടല്ല, മാറിയിരിക്കുന്ന നല്ലതെങ്കിലേ അങ്ങനെ തന്നെ അങ്ങ് ചെയ്യും. സത്യം വരുന്നുണ്ട്. അല്ല, പിള്ള എവിടെയാ പോകുന്നു കേട്ടു? പഴനി വരെ ഒന്ന് പോണം. 2 വർഷം മുമ്പ് ഒരു നേർച്ച വീട്ടുകാർ നേർന്നതാ, കാവടി എടുക്കാന്ന്. അതൊന്ന് നടത്തേക്കാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. ദേ, വഴിപാടുകൾ നേർന്ന നടത്തണം. അല്ലെങ്കിൽ അതൊരു കടമായിട്ട് കിടക്കും. അത് നമുക്കും ബുദ്ധിമുട്ടാ. പഴനി മാത്രമല്ല, മധുരയും രാമേശ്വരവും മറ്റു 1-2 ക്ഷേത്രങ്ങളൊക്കെ ചുറ്റണമെന്നുണ്ട്. അത് ശരി, അപ്പോ വലിയൊരു യാത്രയാണല്ലേ? അതെ, അതൊരാഗ്രഹമായിരുന്നു. അതെന്തായാലും നന്നായി. എന്നിട്ട് എന്നത്തേക്കാ യാത്ര? പുറപ്പെടുകയായി. വീട്ടിലെത്തി എല്ലാരോടും ഒന്ന് യാത്ര പറയുന്ന താമസേ ഉള്ളൂ. അത് ശരി, അപ്പൊ എല്ലാം തീരുമാനിച്ച് ഒരുങ്ങി നിന്നിട്ടാ ഞങ്ങളോടൊക്കെ പറയുന്നല്ലേ? ശരി, പിള്ള നിക്ക്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എടോ, എന്തോടോ, ഭാമയ്ക്ക് ഇതിൽ സംശയം തോന്നി കാണും. അത് സത്യാമ്മ വഴിപാടിനുള്ള കാശെടുക്കാൻ പോയതായിരിക്കും. അല്ല, എന്നിട്ട് ഇയാളെ കാശും തോയും? ഇയാൾ അമ്പലത്തൊട്ടൊന്നുമല്ലോ പോന്നെ. അത് അമ്പലത്തിലേക്ക് ആക്കാലോ. ഇയാളാള് കൊള്ളാല്ലേ? ഇതിരിക്കട്ടെ. ഒരു യാത്ര പോകുന്നല്ലേ, വഴിപാടിന് ഉപകരിക്കും. എന്നാ പിന്നെ യാത്ര ചോദിക്കുന്നില്ല, ഇറങ്ങുക. എന്നാ ശരി രാഘവൻ സാറേ.
ഈ യാത്രയിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. അല്ല രാഘവേട്ടാ, പിള്ള എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്താ പറയാനാ, എന്നോടൊന്നും പറഞ്ഞില്ല. അയ്യോ, ഓ, ഹലോ സാറേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് കുഞ്ഞിനെടുക്കാൻ പറ്റിയില്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക, നീ എവിടെ കാണണം? അയ്യോ സാറേ, ഞാൻ എന്റെ വീട്ടിലില്ല, ഞാനേ താലൂക്ക് ആശുപത്രിയില്ല. നെഞ്ചുവേദന, ECG എടുത്തോണ്ടിരിക്കുക. 1-2 ദിവസമായി തുടങ്ങിയിട്ട്. പക്ഷെ ഇത് രാവിലെയാ സംഗതി ശക്തി പ്രാപിച്ചത്. ആ, നെഞ്ചുവേദനയല്ലേ, അല്ലാതെ ശക്തി പ്രാപിക്കാൻ കൊടുങ്കാറ്റൊന്നും അല്ലല്ലോ. ഞാനേ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. ഞാൻ ആശുപത്രിയിലോട്ട് വരാം. വേണ്ട, ഞാനിവിടുന്ന് ഇപ്പൊ ഇറങ്ങാൻ പോവാ, ഇപ്പൊ ഇറങ്ങും. എന്താടാ ഹോസ്പിറ്റലിൽ നീ പറഞ്ഞാണോ വന്നേ? അല്ല, ഞാനവിടെ പോയിട്ട് ഇത് വന്ന്. നീ എന്താടാ ആളെ പറ്റിക്കാണോ? അതല്ല സാറേ, ഒരബദ്ധം പറ്റിയതാ. അബദ്ധം നിനക്കല്ല പറ്റിയത്, എനിക്കാ പറ്റിയത്. നിന്നെ ഈ പണി ഏൽപ്പിച്ചത്. സാറേ, കുഞ്ഞിനെടുക്കാൻ പറ്റിയില്ല. എങ്കി എന്നെ കാശ് താടാ. അല്ല, കാശ്. എടാ, ജോലി ചെയ്യാൻ വേണ്ടിയാ കാശ് തന്നത്. ആ ജോലി ചെയ്തില്ലെങ്കിൽ ആ കാശ് എനിക്ക് തിരിച്ചു തരണ്ടേ? എടുക്കണം എന്റെ കാശ്, ഇങ്ങോട്ട് തരാനാ പറഞ്ഞ്. അത് ശരി, കിളവൻ ഗുണ്ടാഴ്ച കാണിക്കാൻ വന്നേക്കണ. ഇത് പഴയ തടിയാ മോനെ, ആണി അടിച്ചാ വളയുന്ന കരിവീട്ടി പോലും പുറകെ പോവും. അടിക്കണോ നിനക്കെന്നെ? താനെന്നെ തല്ലിയല്ലേടോ. കാശ് തന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ കൊല്ലും. അയ്യോ, എന്ത് കാണിക്കണം?